ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 2 8ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നിസ്കോയെ ആ പെട്ടിയുടെ അകത്തോട്ട് ആക്കാൻ വേണ്ടി നിസ്കോയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ടാഞ്ചറോ. നിസ്കോ പെട്ടെന്ന് ഒരു ഡീമൺ ആയിട്ട് മാറി മനുഷ്യരെ തിന്നാൻ നോക്കി ഒരു ഡെവിള് പോലെ ആയി മാറിയത് കണ്ട് ടാഞ്ചറോ ഇനി ഒരിക്കലും ഇവളെ ഇങ്ങനെ ആക്കാൻ പാടില്ല, ഒരിക്കലും ഈ സിറ്റുവേഷൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൾ ആ പെട്ടിയുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ആ പെട്ടിയുടെ അകത്ത് നിസ്കോയെ ആക്കി നല്ല പോലെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ ആ പെട്ടി പൊട്ടിയ സ്ഥലത്ത് കെട്ടിയിട്ട് ആ പെട്ടിയും തോളിലിട്ടുകൊണ്ട് നേരെ തിരിച്ചു വരുവാണ്. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. നിനക്ക് 3 ഭാര്യമാരുണ്ടല്ലേ? നിന്നെ കാണാനും വളരെയധികം ഭംഗിയുണ്ട്. മറ്റ് ഹാഷിറാസിനെ പോലെയല്ല നീ. മറ്റ് ഹാഷിറാസ് ട്രെയിനിങ് ചെയ്തിട്ടാണ് ഒരുപാടധികം പവർഫുൾ ആവുന്നത്. എന്നാൽ നീ ജനിക്കുമ്പോൾ തന്നെ പവർഫുൾ ആണല്ലേ? ഇപ്പോഴാണ് നിന്നോടുള്ള ദേഷ്യം എനിക്ക് കൂടിയത് എന്നാ ഡീമൺ ടെൻഗനെ നോക്കി പറയുന്നു. ഇത് കേട്ട് ടെൻഗൻ പറയുന്നു, ജനിക്കുമ്പോൾ തന്നെ ആരും പവർഫുൾ ആയിട്ട് ജനിക്കുന്നില്ല. നിങ്ങൾ ഈ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റില് ഒരുപാട് കാലം ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തത്. ലോകം ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാടധികം മാറിയിട്ടുണ്ട്. സാമുറ ഒരിക്കലും നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ, ഒരു സോഡും കയ്യിൽ തൂക്കി പിടിച്ച് ഒരു 2 മാസം കൊണ്ട് ഹാഷിറ ലെവലിലോട്ട് വളർന്ന ഒരാൾ. ഇപ്പൊ ഈ ലോകത്ത് ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നീട് റൺഗോക്കോനെ മനസ്സിലാലോചിക്കുകയാണ് ടെൻഗൻ. അതെ, റൺഗോക്കോ അവനും എന്നെക്കാൾ പവർഫുൾ ആയിരുന്നു. എന്റെ ബ്ലഡ് നിന്റെ മേത്തായിട്ടുണ്ട്, നിന്റെ ശരീരത്തിൽ മൊത്തം പോയിസണും ആയിട്ടുണ്ട്. എന്നിട്ടെന്താ നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നതെന്ന് ടെൻഗനെ നോക്കി ചോദിക്കുകയാണ് ആ ഡീമൺ. ഇത് കേട്ട് ടെൻഗൻ പറയുന്നു, പോയിസണൊന്നും എന്നെ ഒന്നും തന്നെ ചെയ്യില്ല, കാരണം ഞാനൊരു ഷിനോബിയാണ്. ഇത് കേട്ട് ടെൻഷനായി ഡാക്കി, ഷിനോബിയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇല്ലാതായവരാണ്. അതൊരിക്കലും നീ ആവാൻ സാധ്യതയില്ല, അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ടെൻഗൻ പറയുന്നു, നീ പറഞ്ഞതൊരിക്കലും ശരിയല്ല. ഷിനോബിയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ആക്രമിക്കപ്പെട്ടവരാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ അച്ഛൻ മരിക്കുന്ന ലെവൽക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നതുകൊണ്ട് അതിൽ നിന്ന് 2 പേർ മാത്രം രക്ഷപ്പെട്ടു. ഞാനും എന്റെ ഒരു ബ്രദറും. എന്റെ ബ്രദർ എന്റെ അച്ഛനെ പോലെയാണ്. അവന്റെ ജീവന് വേണ്ടി അവൻ മറ്റുള്ളവരുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ മടിക്കില്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒറ്റയ്ക്ക് വന്നത്. പിന്നീട് ടെൻഗൻ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത്. ഇപ്പോൾ ഡീമൺ സ്ലെയർ കോർപ്പിലെ ഹെഡായിട്ടുള്ള പുള്ളിക്കാരൻ അവിടെ വന്ന് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഒരു ഷിനോബിയാണ്, നിന്റെ സ്ട്രെങ്ത് കാരണമാണ് നീ ഇപ്പൊ ഇത്രയധികം വളർന്ന് ഒരു ഡീമൺ സ്ലെയർ ഹാഷിറയായിട്ട് മാറിയിട്ടുള്ളത്. നിന്റെ പവർ യൂസ് ചെയ്ത് നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും നീ അതേ പവർ യൂസ് ചെയ്ത് ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുമുണ്ട്. അതിനൊരുപാട് നന്ദിയുണ്ടെന്ന് മാസ്റ്റർ അവനോട് പറയുന്നു. ഇത് കേട്ട് വീണ്ടും പ്രസന്റിലുള്ള അവൻ, നന്ദി ഞാൻ നിങ്ങളോടാണ് പറയേണ്ടത്. നിങ്ങളുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദൂരമെങ്കിലും വരാൻ സാധിച്ചത്. ഇതെല്ലാം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ടെൻഗന് വളരെയധികം നന്നായിട്ട് എന്നെ ഓക്സിജൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവൻ നന്നായിട്ട് എന്നെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട ആ ഡീമൺ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്തിനാണ് ഇപ്പൊ ചിരിക്കുന്നതെന്ന് ടെൻഗൻ ചോദിക്കുന്നു. പോയ്സൺ നിന്നെ ഒന്നും ചെയ്യില്ലെന്നല്ലേ നീ പറഞ്ഞ്, പക്ഷെ അത് അതിന്റെ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നീ എന്നെ നോക്ക്, ഞാൻ ഇപ്പോഴും നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ടെൻഗൻ ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം തന്നെ ഡാക്കി ആ ഡീമന്റെ മുകളിൽ കയറിയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ടെൻഗൻ ഓടി വന്ന് ഡാക്കിയെ ഒറ്റ ചവിട്ടി ഓടുന്നു. ഡാക്കി അവിടെ നിന്നും തെറിച്ചു പോകുന്നു. ഇത് കണ്ട് ടെൻഷനായിട്ട് ആ ബ്രദർ ഡീമൺ, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സിസ്റ്ററുടെ മേത്ത് നീ കഴി വെക്കൂടാന്നും പറഞ്ഞ് ടെൻഗനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ടെൻഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബെല്ലാം തന്നെ അവിടെ ഇടുന്നു. എന്നാൽ ആ ബ്രദർ ഡീമൺ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ ഡാക്കി എന്ന ഡീമൺ അവളുടെ തല അവിടെ നിന്നും അറ്റുപോകുന്നു. അവളുടെ തലയും കുടലും 2ആയിട്ട് മാറുവാണ്. ഇതേ സമയം തന്നെ ടെൻഗൻ തന്റെ സോഡ് ഉപയോഗിച്ച് ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ വാൾ അത്രയധികം നീളമില്ല. ഇത് കണ്ട് ഈ സോഡ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും എന്റെ തല വെട്ടാൻ പറ്റില്ല, കാരണം ഇതിന്റെ തലയുടെ അടുത്ത് പോലും എത്തുന്നില്ലെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ സോഡ് വലുതാവുകയാണ്. നോക്കുന്ന സമയത്ത് ആ സോഡിന്റെ ഒരു തുമ്പത്ത് പിടിച്ചിട്ട് ടെൻഗൻ ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് കണ്ട് ടെൻഷനായ ആ ഡീമൺ പെട്ടെന്ന് തന്നെ തന്റെ കൈ അവിടെ കൊണ്ടുവന്ന് വെച്ച് തലയ്ക്ക് പകരം കൈ വെട്ടുന്നു. പക്ഷേ കഴുത്തിന്റെ അവിടെ ചെറുതായിട്ടൊരു പോറലാവുന്നുണ്ട് ആ ഡീമന്റെ. എന്റെ തല വീണ്ടും ഇവൻ വെട്ടിയോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഡാക്കി അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഈ ഡീമൺ ടെൻഗനോട് പറയുന്നു, ഞങ്ങളുടെ ടെക്നിക്ക് എന്താണെന്ന് നീ കണ്ടുപിടിച്ചല്ലേ, പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം മരിക്കാൻ പോകുന്നത് നീ തന്നെയാണ്. എന്നാ ഡീമൺ പറഞ്ഞു തീരുമ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ പിള്ളേര് വരുന്നു. ലോർഡ് ഇനോസ്കി വന്നടാ, കൂടെ തന്നെ എന്റെ ശിഷ്യന്മാരും ഉണ്ടാ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടമാട്ടേന്നും പറഞ്ഞ് മാസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനോസ്കി. എന്നാൽ ഇതേ സമയം ഇവരെ കണ്ട ഡീമൺ പറയുന്നു, നിങ്ങൾ എത്ര പേര് വന്നാലും നിങ്ങൾ അവസാനം മരിക്കാൻ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ അങ്ങോട്ട് ഓടി വരുവാണ് നമ്മുടെ ടാഞ്ചറോ. മാസായിട്ടൊരു എൻട്രി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയമാണ് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്.
ടെൻഗന്റെ ഭാര്യമാരാണ് അവരെല്ലാവരെയും അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലൂടെ വളരെ വയ്യാതെ നടന്നു വരുവാണ് ടെൻഗന്റെ ഭാര്യയായിട്ടുള്ള ഇനോട്സു. കുഴപ്പമില്ല, എന്റെ കൂടെ ചേർന്ന് മാസമായിട്ട് നിങ്ങൾ എൻട്രി കൊടുക്കാനൊക്കെ പഠിച്ചല്ലേ എന്ന് ടെൻഗൻ ടാൻജിറോയെ നോക്കി പറയുന്നു. നീ എത്ര പേരെ കൂട്ടി വന്നാലും അവസാനം നിങ്ങളൊക്കെ മരിക്കാൻ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് അഭിനയിക്കുന്നത് നിർത്തിക്കോ എന്നാ ഡീമൺ പറയുന്നു. ഇതേ സമയം ടാൻജിറോ, ഇവിടെ 2 ഡീമൺ ഉണ്ട്. പക്ഷേ ഈ ബെൽറ്റുള്ള ഡീമൺ ഓൾറെഡി തല വെട്ടിയതായിരുന്നല്ലോ, പക്ഷെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ 2 ഡീമണും ഒരേ ഡീമൺ ആയിരിക്കും. അത് 2 പിരിഞ്ഞു പോയതായിരിക്കും. ഒരുപക്ഷെ ഈ നിൽക്കുന്ന ഡീമൺ ആയിരിക്കും മെയിൻ സോഴ്സ്. കാരണം ഇതിന്റെ സ്മെൽ വളരെയധികം ഹാർഡാണ്. എന്റെ കൈയെല്ലാം വിറക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്ന് ടാൻജിറോ പറഞ്ഞു തീരുമ്പോഴേക്കും ടെൻഗൻ പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ജയിക്കും, കാരണം ഞങ്ങൾ എല്ലാവരും ഡീമൺ സ്ലേയേഴ്സ് ആണ് എന്ന് മാസായിട്ട് പറഞ്ഞു തീരുമ്പോഴേക്കും ഡാക്കി ടെൻഗനെ നോക്കി പറയുന്നു, നിന്റെ തല വെട്ടിയതാണ്, നിന്റെ തലയ്ക്കകത്ത് ഇപ്പോ പോയിസണും ഉണ്ട്, എന്നിട്ടെന്താ നീ ഇപ്പോഴും മരിക്കാത്തെ, ഒന്ന് വേഗം ചത്തുപോ എന്ന് ഡാക്കി ടെൻഗനെ നോക്കി പറയുന്നു. ഇത് കേൾക്കുന്ന ടാൻജിറോ ടെൻഗനെ നോക്കി എന്ത് പോയിസണോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നു. ഇത് കേട്ട് ടെൻഗൻ പറയുന്നു, എന്നെ കണ്ട് പോയിസൺ തലയ്ക്കകത്ത് കയറിയ ഒരാളെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ നല്ലതായിട്ടാണ് ഇരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ടെൻഗൻ പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ഡാക്കി, നീ വെറുതെ അഭിനയിക്കേണ്ട, ഞാൻ അഭിനയിക്കുമെന്നല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് ഇതിൽ വിജയിക്കാൻ പോകുന്നത്. കാരണം ഈ പിള്ളേർ വളരെയധികം സ്ട്രോങ് ആണ്. നിങ്ങളുടെ 2 പേരുടെയും തല ഒരേ സമയത്ത് വെട്ടിയാൽ നിങ്ങൾ 2 പേരും ഒരേ സമയം മരിച്ചു പോകും. അതല്ലേ നിങ്ങളുടെ ടെക്നിക്ക്, അത് അത്രയേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ പോവാണ് എന്ന് മാസായിട്ട് ടെൻഗൻ പറയുന്നത് കേട്ട് ടാൻജിറോക്ക് റൺഗോക്കോനെ ഓർമ്മ വരുന്നു. റൺഗോക്കോ പറയുന്ന പോലെ തന്നെ നിന്നെ കൊല്ലുന്നതൊന്നും അത്ര വലിയ കാര്യമില്ലെന്ന് ഇനോസ്കിയും പറയുന്നുണ്ട്. ഇത് കേട്ട് ആ ഡീമൺ പറയുന്നു, ഇതേപോലെ തന്നെയാണ് എല്ലാ ഡീമൺ സ്ലേയേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരെക്കൊണ്ടും ഞങ്ങളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തിന് ഹാഷ്റാസിനെ കൊണ്ടുപോലും ഞങ്ങളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ 15 ഹാഷ്റാസിനെ കൊന്നിട്ടുണ്ട്. എന്റെ സിസ്റ്റർ 7 ഹാഷ്റാസിനെയും കൊന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഡാക്കി, നിങ്ങളെയും കൊല്ലുന്നത് എനിക്ക് വലിയ വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഓടി വന്ന് ടെൻഗനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അപ്പുറത്തു നിന്നും നമ്മുടെ പയ്യൻ മിന്നൽ വേഗത്തിൽ വന്ന് ഡാക്കിയെ എടുത്തുകൊണ്ട് അങ്ങ് ആകാശത്തോട്ട് പറന്നു പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ജെനിറ്റ്സോയും ഞാനും ആ ബെൽറ്റ് ഡീമനെ നോക്കിക്കോളാം, നീയും ടെൻഗണും ഇവനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇനോസ്കി അവിടെ നിന്നും നേരെ ജെനിറ്റ്സോടെ അടുത്തോട്ട് പോകുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മേത്ത് എന്നെ കൈവെക്കുമെന്ന് ഡാക്കി ജെനിറ്റ്സോനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ജെനിറ്റ്സോ, നിനക്ക് ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. നീ ചെവിമ പിടിച്ച് തൂക്കി പിടിച്ച ആ കുട്ടീനോട് നീ സോറി ചോദിക്കണം. അവരവിടെ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ നിന്റെ അടിമയൊന്നുമല്ല. സോ നീ അവരോട് സോറി ചോദിക്കണമെന്ന് ജെനിറ്റ്സോ ആ ഡീമണോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ആ ഡീമൺ, നിന്നെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണ് എന്തിന് എന്നെ പറ്റി ഇതൊക്കെ പറയണം? എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലെ പെണ്ണുങ്ങളാണ് എല്ലാം തന്നെ. ലേഡീസിനെ ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമായിട്ടാണ് ഇവിടെയുള്ളവർ കാണുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അവരെ വാങ്ങിക്കാൻ പറ്റും. എത്രത്തോളം ഭംഗിയുണ്ടോ അതിനനുസരിച്ച് കൂടുതൽ വില കൊടുത്ത ആളുകൾ വാങ്ങുകയും ചെയ്യും. കാണാൻ ഭംഗിയില്ലാത്തവരൊക്കെ വെറുതെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ചാവുന്നതാണ് നല്ലത്. ഭംഗിയില്ലാത്ത നീയൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ട് ഇതൊക്കെ പറയും. ഞങ്ങളെ ചെയ്തതിനൊക്കെ ഞങ്ങൾ പകരം ചോദിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഹ്യൂമൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്റെ വഴിയിൽ തടസ്സമായിട്ട് വരുന്നത് ആരാണെങ്കിലും അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും കൊന്നുകളയും. ഇതേ സമയം തന്നെ ആ ബ്രദർ ഡീമന്റെ ഒരു കണ്ണ് ആ സിസ്റ്റർ ഡീമന്റെ നെറ്റിയിൽ വരുവാണ്. കാരണം ആ ബ്രദർ ഡീമൺ ആണ് പവർഫുൾ. അതുകൊണ്ട് സിസ്റ്റർ ഡീമനെ സഹായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റർ ഡീമന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളും ബ്രദർ ഡീമൺ അറിയണം. ടെൻഗന്റെ ശരീരത്തിൽ ഒരുപാടധികം പോയിസൺ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേണം ടെൻഗനെ പ്രൊട്ടക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് ടാൻജിറോ നിൽക്കുന്ന സമയത്ത് ടാൻജിറോ ചിന്തിക്കുന്നു, ആ ഡീമൻ ലൈറ്റ് ആയിട്ടൊന്ന് മൂവ് ചെയ്താൽ പോലും ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ സ്പോഡ് എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ ഡീമൺ വളരെ ഫാസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ടാൻജിറോക്ക് തന്റെ ബോഡിയോടൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ സ്വാഡ് പൊക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സ്പീഡായിട്ട് വന്നിട്ടാണ് ആ ഡീമൺ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ടെൻഗൻ ടാൻജിറോയെ അതിൽ നിന്നും രക്ഷിക്കുന്നു. ഞാൻ ടെൻഗനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ടെൻഗൻ ഇപ്പൊ എന്നെയാണല്ലോ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് ടാൻജിറോ. അങ്ങനെ ആ ഡീമൺ അവിടെ അറ്റാക്ക് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് മോളിരിക്കുന്ന നമ്മുടെ ഡാക്കിയും ഇപ്പൊ താഴെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ജെനിറ്റ്സോടെ എടുത്തിട്ട് ഇനോസ്കിയും വരുന്നുണ്ട്. ഇനോസ്കി നോക്കുന്ന സമയത്ത് ആ ഡീമണ് 3 കണ്ണുണ്ട്. എന്താടാ ഇപ്പൊ ഇവൾക്ക് 3 കണ്ണൊക്കെ വന്നതെന്ന് പറഞ്ഞ് ഇനോസ്കി ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ രാത്രി ഒരുപാടധികം സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എത്ര നേരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമൺ ടെൻഗനോട് പറയുന്നു. അങ്ങനെ 2 ഡീമണും 2 ടീമിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡാക്കി പറയുന്നുണ്ട്, എന്റെ ചേട്ടൻ എന്റെ ശരീരത്തിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കൊല്ലുവടാന്നും പറഞ്ഞുകൊണ്ട് ഡാക്കിയും സീനായിട്ട് നിൽക്കുവാണ്. ഡാക്കി ടെൻഗൻ ഇരിക്കുന്ന സ്ഥലത്തും അവളുടെ ബെൽറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ടെൻഗൻ ഡാക്കിനെയും അറ്റാക്ക് ചെയ്യണം, അതുപോലെ ഈ ഡീമണെയും
ടെൻഗനെയും അറ്റാക്ക് ചെയ്യണം. പക്ഷേ ഈ ഡീമന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ഈ ഡീമൺ ടെൻഗനെ അവനറിയാതെ അവന്റെ പുറകിലൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ ടാഞ്ചറോ ഓടി വന്ന് അത് തടയുവാണ്. ടാഞ്ചറോ അത് തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് വളരെയധികം പവർഫുൾ ആണ്. ടാഞ്ചറോടെയും വളരെയധികം പവർഫുൾ ആണ്. പക്ഷേ ടാഞ്ചർ ആലോചിക്കുന്നു, രണ്ട് പവർഫുൾ ആയിട്ടുള്ള സാധനം ഒരുമിച്ച് കൂട്ടുമുട്ടിയാൽ അതിലേതാണോ പവർഫുൾ അതായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് വേണ്ടതെന്ന് പറഞ്ഞ് ടാഞ്ചറോ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനെ വഴി തിരിച്ച് അവിടെ നിന്ന് വിടുന്നു. ഇതേ സമയം തന്നെ ടെൻഗൻ സൗണ്ട് ബ്രീത്തിങ്ങിന്റെ 5th ഫോം യൂസ് ചെയ്ത് ആ ഡീമനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ആ ഡീമൻ പറയുന്നു, നീ എന്തൊക്കെ മൂവ് യൂസ് ചെയ്താലും എന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഡാക്കി തന്റെ ബെൽറ്റ് യൂസ് ചെയ്ത് താഴെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്രദർ ഡീമൺ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് മുകളിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ചെറുതായിട്ട് ഒരു പോറൽ പോലും ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഫൈറ്റ് ചെയ്യാനെന്ന് ഇനോസ്കി സെനിറ്റ്സോനോട് പറയുന്നു. ടാഞ്ചറോയും ടെൻഗനും ആ പവർഫുൾ ആയിട്ടുള്ള ഡീമനെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനോസ്കിയും സെനിറ്റ്സോയും ഡാക്കിയുടെ കൂടെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെൻഗൻ വിചാരിക്കുന്നു ടാഞ്ചറോക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അവന്റെ ഷോൾഡർ ഓൾറെഡി മുറിഞ്ഞിട്ടുണ്ട്. അവൻ ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്റെ ശരീരത്തിൽ പോയിസൺ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ സമയം വരെ ഞാൻ ഇത് കൊണ്ടുപോവില്ലായിരുന്നു എന്ന് ടെൻഗൻ ചിന്തിക്കുന്നു. പക്ഷെ എത്രത്തോളം അടി വാങ്ങിയാലും നമ്മുടെ ടാഞ്ചറോ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. വളരെയധികം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ടെൻഗന്റെ ഭാര്യയായിട്ടുള്ള ഇനോട്സു അങ്ങോട്ട് കടന്നു വരുന്നു. അവൾ അവിടെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. വളരെ സ്പീഡിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് നോക്കി എനിക്ക് അവരെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് ഇനോസു കരുതുന്നു. അങ്ങനെ നിഞ്ചാസ് യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ വെച്ചിട്ട് ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് അധികം അമ്പ് പോലത്തെ സാധനം ആ ഡീമന്റെ അടുത്തോട്ട് വിടുന്നു. അതിന്റെ പേരാണ് കുനായ്. കുനായ് വെച്ചിട്ട് എന്തിനാണ് ഇവർ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ഞാനൊരു ഡീമൺ അല്ലേ? എന്നെ ഇത് വെച്ച് അറ്റാക്ക് ചെയ്താൽ എനിക്കൊരു പോറൽ പോലും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തായിരിക്കും ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആ ഡീമൺ ആ കുനായ് നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ ആ ഡീമൺ തന്റെ ബ്ലഡ് സീക്വൽസ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ കുനായ് എല്ലാം തന്നെ അവിടെ നിന്നും തടഞ്ഞു നിർത്തുന്നു. എന്നാൽ ഈ ഗ്യാപ്പ് മനസ്സിലാക്കിയ ടെൻഗൻ ആ ഗ്യാപ്പിലൂടെ വന്ന ആ ഡീമന്റെ തല വെട്ടാൻ ശ്രമിക്കുന്നു. ആ ഡീമൺ മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഈ കുനായ് ഇപ്പോ ടെൻഗന്റെ മേത്ത് തറച്ചു കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ആ ഡീമൺ. അപ്പോഴാണ് ആ ഡീമൺ മനസ്സിലാവുന്നത്, ഓ ശരിയാണല്ലോ, ഇവനൊരു സ്പോർട്സ്മാൻ അല്ല, ഇവനൊരു ഷിനോബി ആണല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഇവനക്ക് വലിയ പ്രശ്നമല്ലെന്ന് ഡീമൺ മനസ്സിലാവുന്നു. ഇതേ സമയം തന്നെ ഓടി വന്ന ടെൻഗൻ ആ ഡീമന്റെ 2 കാലും അങ്ങ് വെട്ടുന്നുണ്ട്. കാല് വെട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റീജനറേറ്റ് ആവുമല്ലോ. പക്ഷേ ഡീമൺ നോക്കുന്ന സമയത്ത് അത് റീജനറേറ്റ് ആവുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ഡീമന്റെ കഴുത്തിൽ ഇപ്പോൾ ഒരു കുനായ് കുത്തിയിട്ടുണ്ട്. അത് കുത്തിയാലും എന്തുകൊണ്ട് റീജനറേറ്റ് ആവുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ഡീമൺ മനസ്സിലാവുന്നത് ആ വിസ്റ്റീരിയ പൂവിന്റെ പോയിസൺ ഉപയോഗിച്ചിട്ടാണ് ഇവരെന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതായത് ആ കുനായ് എന്ന ആ വെപ്പനിൽ ഇപ്പോൾ ആ വിസ്റ്റീരിയ പൂവിന്റെ വളരെയധികം പോയിസൺ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കാൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ആ ഡീമൺ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാഞ്ചറോ വന്ന ആ ഡീമന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓ കുഴപ്പമില്ല, നിങ്ങൾ ഓരോരുത്തരായിട്ട് ഒന്ന് സംസാരിക്കാതെ പോലും വളരെയധികം ടൈമിങ്ങിൽ എന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി ഓടി വരുവാണല്ലേ. എന്നാ ഡീമൺ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ടാഞ്ചറോ ഓടി വന്ന് നിന്റെ തല ഞാൻ ഇപ്പൊ വെട്ടുവിടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.